ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റേ ഉള്ളൂ. 9:30. ഞങ്ങൾക്ക് 11 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞാൻ പറഞ്ഞുതരാം റീസൺ വന്നിട്ട്. സോ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ടീയ പാൻകേക്സ് ഉണ്ടാക്കി തുടങ്ങുക. സോ പാൻകേക്സ്, ന്യൂട്ടല്ല അങ്ങനെയൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയി ഹെൽപ്പ് ചെയ്യട്ടെ. ഗുഡ് മോർണിംഗ് ടീ. ഗുഡ് മോർണിംഗ്. പാൻകേക്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞു തരില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ടീയുടെ സ്പെഷ്യാലിറ്റിയാണ് പാൻകേക്സ്. ബാറ്റർ എല്ലാം റെഡിയായി കഴിഞ്ഞു. കുറച്ച് ബട്ടർ ഇട്ടു, നല്ലപോലെ കലക്കുക ബാറ്റർ. ആൻഡ് കുറച്ചായിട്ട് പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്യുന്നവർ. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ടീ ഇത് എപ്പോഴാണ് പഠിച്ചേ? ഞാൻ ഇൻസ്റ്റൻ്റ് ഏത്തിലോ പാൻ കേക്ക് ഉണ്ടാക്കാനോ? ആ, ടീ പക്ഷെ പാൻ കേക്ക് ഉണ്ടാക്കാൻ എക്സ്പേർട്ട് കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ പാൻ കേക്ക് ചുട്ടുകൊണ്ടിരിക്കുക. തീയ നേരം കൊണ്ട് മാംഗോസ് പീൽ ചെയ്യുക. അപ്പോൾ പാൻ കേക്ക്, ന്യൂട്ടല്ല, പിന്നെ ഫ്രൂട്ട്സും ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ആൻഡ്രൂ. ഡീജെ ഇവിടെ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കുറവായിരുന്നു. അത് നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? പറഞ്ഞല്ലേ, ഞാൻ മറന്നു പോയതാ മേടിക്കും. ഹലോ, സോ ഞാൻ റെഡി ആയിട്ട് ഇപ്പോൾ ടൈം 10:55 ആയി. അപ്പോൾ ഞാനിത് റെഡി ആയിട്ട് ഇറങ്ങി വെക്കുക. എവിടെയാണെന്നല്ലേ ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഓക്കെ, സോ ഞാനിപ്പോൾ പോണത്, ഞാൻ റീസെൻ്റ്ലി ഒരു കഥക് ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീൻ്റെ വീട്ടിന് അടുത്താട്ടോ. ഓക്കെ, അപ്പോൾ ട്യൂസ്ഡേസ് സൺഡേസാണ് ഈ ക്ലാസ്സുള്ളത്. അതും ഓൾട്ടർനേറ്റ് സൺഡേസേ ഉള്ളൂ. സോ ഇപ്പോൾ 11 o'clock ക്ലാസ് ഉണ്ട്. 10:55 ആയി. സോ ഇവിടെ തൊട്ടടുത്ത ടീൻ്റെ വീടിനടുത്തുനിന്ന് ലൈക്ക് 1 or 2 minutes വാക്ക് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. ഞാൻ ഡാൻസ് ക്ലാസ്സിലെത്തി. ഓക്കെ, ബൈ. ഹലോ, അങ്ങനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു. ഞാനിപ്പോൾ തിരിച്ച് ടീയുടെ വീട്ടിലെത്തി. ഞാൻ ഇനി റെഡി ആയിട്ട് വേണം, ഞങ്ങൾ പുറത്ത് നാഗാർജുന മീൽസ് കഴിക്കാൻ വേണ്ടി പോവാം. സോ ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അവരെല്ലാവരും പള്ളിയിൽ പോയി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഗരുഡ മോളിൽ കുറച്ച് ഷോപ്പിങ്ങും, കുറച്ച് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ വരുമോ, അപ്പോൾ പിന്നെ അവർക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി അവർ പോകും. അങ്ങനെ ഞാനിവിടെ ചടയിൽ പണിയുന്ന റെഡി ആയിട്ട് ഞാൻ പോവാം. ഇന്നത്തെ ഡാൻസ് ക്ലാസ് ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ ഫുൾ ബേസിക്സ് പഠിച്ചാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഡാൻസ് സൺഡേസ് ആകുമ്പോഴേക്കും നമ്മുടെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറച്ച് മിക്സ്ഡ് ഇതായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും കഥക്കിൻ്റെ ഒരു ശരിക്കും ഫീലായിരുന്നു. അങ്ങനത്തെ കുറേ സ്റ്റെപ്സും. ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് ക്ലാസ്സിൽ കുറച്ച് നേരം കൂടെ ഇരിക്കാൻ തോന്നിയത്, കുറച്ച് സ്റ്റെപ്സൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെയൊക്കെ. പക്ഷെ അടുത്ത ബാച്ച് വരുന്നതുകൊണ്ട് ഞങ്ങളെ പിന്നെ ടീച്ചർ ഗെറ്റ് ഔട്ട് അടിച്ചു. ഞങ്ങൾ സ്റ്റെപ്സ് എല്ലാം നല്ലപോലെ പഠിച്ച് വരാനാണ് പ്ലാൻ. പിന്നെ ഓക്കെ, ഞാനിപ്പോൾ വീട്ടിൽ കയറി, ആരുമില്ല. ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞാൻ പോകാം. ഓക്കെ, ബൈ. ഹലോ, ഞങ്ങൾ അങ്ങനെ നാഗാർജുനയിലെത്തി. സോ ഞങ്ങളിപ്പോൾ ഓർഡറൊക്കെ ചെയ്തിട്ടിരിക്കുക. മീൽസും കബാബും കൂടെ പറഞ്ഞേക്കും. ഇലയൊക്കെ തുടയ്ക്കുക, കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഞങ്ങൾ വന്നിരിക്കുക. ഏത്
ഗീ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ മീൽസ് കഴിച്ചിറങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നു മീൽസ്? കുഴപ്പമില്ലായിരുന്നു. ഞങ്ങള് ആനകൃഷ്ണയുടെ ബ്ലോഗ് കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും മീൽസ് കഴിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കോളേജിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ മീൽസും കബാബും കൂടെ മേടിച്ചു. കബാബ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കബാബ് നല്ലായിരുന്നു. മീൽസ് എനിക്കെന്തോ ഇഷ്ടമായില്ല. അതോ എനിക്ക് നമ്മുടെ മീൽസാണ് എനിക്ക് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതൊന്നും ആയിരിക്കും. പക്ഷെ അവിടുത്തെ ദാൽ നല്ലായിരുന്നു. ദാൽ നല്ലായിരുന്നു. അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ല. നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിരുന്നു. നൈസായിരുന്നു. അപ്പൊ ക്യാബ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കുറേ ഷോപ്പിംഗ് പിന്നെ എച്ച്എൻഎം ഒക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കുക. ഇതൊന്നും തിരിയാവോ? ഓക്കെ, എല്ലാവരും സൺഗ്ലാസ് വെച്ചിരിക്കുക. സൺഗ്ലാസസ് എടുക്കാൻ. സോ ഞാൻ ക്യാബിൽ കയറി കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോകും. നല്ല തിരക്ക് ആസ് യൂഷ്വൽ. നമ്മൾ എവിടെ പോണേ? നമ്മളിപ്പോ സൂഡിയോയിലോട്ട് പോവാ. റോഡ് ക്രോസ് ചെയ്തു. സൂഡിയോ ചുമ്മാ പോയിട്ട് പിന്നെ എനിക്ക് ബാഗില് 2-3 കുർത്തീസ് എടുക്കാം. ഓക്കെ. അവിടെ 2 പേര് ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ എന്തൊക്കെയോ ട്രൈ ചെയ്തും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഷോപ്പിങ്ങിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് വെരി ടയറിങ് ആൻഡ് നല്ല വെയിലുമായിരുന്നു. ഞാൻ വിചാരിച്ചു മഴക്കോളും ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തിയപ്പോഴേക്കും നല്ല വെയിലായി. പിന്നെ അറിയാലോ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ ഷോപ്പിംഗ് ഒക്കെ. ഞങ്ങൾ അങ്ങനെയൊന്നും ഷോപ്പൊന്നും ചെയ്തില്ല. സൂഡിയോ പിന്നെ മാക്സ് അങ്ങനെയൊക്കെ വെസ്റ്റ് സൈഡും അങ്ങനെയൊക്കെ ഇങ്ങനെ കയറി വന്നൊക്കെ ഉള്ളൂ. പിന്നെ H&M പോയി. അവിടെയും പോയിട്ട് ഒന്നും കിട്ടിയില്ല. സോ ഒട്ടും കളക്ഷൻസ് ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ കളക്ഷൻ വൈസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ അധികം ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഉച്ചയ്ക്ക് മീൽസ് എല്ലാം കഴിച്ച് പിന്നെ ഇത്രയും ടൈം കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നുകൊണ്ട് ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൻ്റെ അടുത്തുള്ള ഒരു ചാട്ട് ഷോപ്പിൽ വന്ന് ബേൽപൂരി വാങ്ങിച്ചു. അപ്പോൾ അവിടുത്തെ നല്ല മാംഗോ ബേൽപൂരി കിട്ടും. അപ്പോൾ അവിടെ അത് കഴിക്കാൻ വേണ്ടി വന്ന. സോ അത് പാഴ്സൽ മേടിച്ചിട്ട് തിരിച്ചു പോവാം. ഇപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് ഒരു തിടക്കത്തില്ല. ചാട്ടു ഞങ്ങൾ കഴിക്കുക. ഇവിടെ കറണ്ട് ഇല്ല.